والصلاة والسلام على أشرف المرسلين وعلى كل الصحابة والكرامة أجمعين آمين. ألف ألف صلاة ألف ألف سلام عليك يا سيدنا يا رسول الله. ബഹുമാനമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മരണങ്ങൾ നമ്മൾ കണ്ടവരാണ്, അറിഞ്ഞവരാണ്, കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയ വലിയ മരണങ്ങൾ നടന്നു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ മരണങ്ങൾ. ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാമാണ്. അല്ലാഹുവിൻ്റെ മഹാന്മാരായ ഉസ്താദുമാർ ദുനിയാവിൻ്റെ ആഡംബരങ്ങളിൽ നിന്ന് മാറി നിന്ന് ആഖിറത്തിൻ്റെ വല്ലാത്ത സോപാനങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി അമൽ ചെയ്യുന്ന മഹാന്മാർ, പണിയെടുക്കുന്ന മഹാന്മാർ, അങ്ങനെയുള്ള നമ്മുടെ ഗുരുവര്യന്മാർ, ആ ഗുരുവര്യന്മാരായ നമ്മുടെ ഉസ്താദുമാർ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഒരു ഭാഗം തളർന്നു പോയി. കാരണം എന്താണ്? എന്നുമെന്നുമാകുന്ന ആഖിറം, നശീകരിക്കാത്ത പാരത്രിക ലോകം. ആ പാരത്രിക ലോകത്ത് ദുനിയാവിൻ്റെ തീകളിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും നമ്മളെ പിതാവും നമ്മുടെ ഉമ്മയുമാണ്, നമ്മുടെ മാതാവുമാണ്. എന്നാൽ ആഖിറത്തിൽ നമ്മെ രക്ഷപ്പെടുത്തുന്നത് ആരെന്നറിയോ? അതിൻ്റെ മോശമായ അവസ്ഥകളെ നിർദ്ദേശിച്ച് നല്ല മാനദണ്ഡം ഉൾക്കൊള്ളിച്ച് നമ്മളെ നരകത്തിലേക്ക് കടത്താതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നമ്മുടെ ഉസ്താദുമാർ. അത് ഒരക്ഷരം പറഞ്ഞു തന്ന ഗുരുവര്യനായാലും 10,000 പറഞ്ഞു തന്ന ഗുരുവര്യനായാലും നമ്മുടെ ഉസ്താദാണ്. അല്ലാഹുവിൻ്റെ മഹാന്മാർ പറയുകയാണ്, ഉസ്താദുമാര് അതേ നിങ്ങളുടെ എല്ലാമാണ്. ഉസ്താദ് പറയുന്നു, നീ എൻ്റെ ശിഷ്യനല്ലെന്ന് പറഞ്ഞാലും ഉസ്താദിയത്ത് മാറുന്നില്ല. എൻ്റെ വാപ്പ പറയുന്നു, നീ എൻ്റെ മോനല്ലടാ എന്ന് പറഞ്ഞാലും ആ വാപ്പയിൽ പിറന്ന കാരണം കൊണ്ട് തന്നെ ആ മകൻ ആ പിതാവിൻ്റെ മകനാണ്. അതുകൊണ്ട് തന്നെ ഓരോ മരണങ്ങളും നമുക്ക് പാടവമാ. ദുനിയാവിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി നമ്മുടെ ഭക്ഷണം തന്ന് വസ്ത്രം തന്ന് നമുക്ക് വേണ്ടി പാടുപെട്ട ഉമ്മ മരണപ്പെടുമ്പോൾ എല്ലാമായ ഉമ്മയെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, പാരത്രികമായി ബന്ധമുള്ള മനുഷ്യനെ ഉമ്മയെ സ്നേഹിക്കാൻ കഴിയൂ. ഉമ്മയോട് വല്ലാത്ത കടമയും കടപ്പാടും നിർവഹിക്കാൻ കഴിയൂ. ആ ഉമ്മ മരണപ്പെട്ടവനിക്കുള്ള വേദനയുണ്ടല്ലോ. ഒരു കാലത്ത് ഉമ്മയെല്ലാമായിരുന്നു മോനെ, നിന്റെ ചതികൾ, നിന്നെ കൊല്ലാനുള്ള ഗൂഢാലോചനകൾ, നിന്നെ മോശപ്പെടുത്താനുള്ള ഗൂഢാലോചനകൾ. അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കരുതേ, കൂടുതൽ ജനങ്ങളുമായി ഇടപെടരുതേ, കൂടുതൽ കാണണം നീ ജീവിക്കാൻ. ദുനിയാവിൽ നമ്മൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങളൊക്കെ നിർദ്ദേശമായി ഉമ്മ മരിക്കും മുമ്പ് പറഞ്ഞു തന്ന ഉമ്മ, ഇന്ന ആളോട് എങ്ങനെ സമീപിക്കണമെന്ന് പറഞ്ഞു തന്ന ഉമ്മമാരുണ്ട്, എങ്ങനെയാണ് ഇടപെടണമെന്ന് പറഞ്ഞു തന്ന ഉമ്മമാരുണ്ട്. അവർ നഷ്ടപ്പെടുമ്പോഴാണ് നിന്റെ വേദന അറിയുക. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടുന്ന ഉമ്മ, എല്ലാ കാര്യങ്ങളിലും സമീപിക്കുന്ന പിതാവ്, നമുക്ക് വേണ്ടി ഓടി നിന്ന് രക്തത്തെ വേർപ്പാക്കിയ പിതാവ്, നമ്മുടെ അമ്മക്ക് വേണ്ടി ഓടി നടന്നൊരു കാലഘട്ടത്തിൽ തേജോജ്ജലം സഹിച്ച നമ്മുടെ പിതാവ്, ആ പിതാവ് നഷ്ടപ്പെടുമ്പോഴേ പിതാവിൻ്റെ വേദനയേറിയുള്ള മക്കളെ. കാരണം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച നമ്മളെ തിരിച്ചറിയില്ല. അതാണ് അല്ലാഹു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് പറഞ്ഞത്, ഓ മൂസ നബിയേ, അങ്ങ് ഇനി സൂക്ഷിച്ചു വേണം തൂർ സീനായിലേക്ക് കയറി വരാൻ. കാരണം എന്തെന്നറിയോ? അങ്ങയുടെ മാതാവ് മൂസ നബിയെ, നിങ്ങളുടെ മാതാവ് മരണപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി സൂക്ഷിച്ച് വേണം നിങ്ങൾ ഈ തൂർ സീന പർവ്വതത്തിൻ്റെ മുകളിലും നിങ്ങളുടെ ജീവിതങ്ങൾ അങ്ങോട്ട് പോകാനും. കാരണം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്കൊരു ദുആ ഉണ്ടായിരുന്നു, ഉമ്മയുടെ ദുആ. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു മൂസ നബിയേ എന്ന നിർദ്ദേശം വെച്ചതാണ്. മാതാപിതാക്കളെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആയുസ്സിൽ ദുർബലരാകുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ ഉമ്മാക്ക് പൊറുക്കണേ അല്ലാ,
എനിക്ക് വേണ്ടി അവിടെ നെഞ്ചവും അവിടെ സമയവും അവിടെ എല്ലാം എനിക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ്. എൻ്റെ ഉപ്പ എനിക്ക് വേണ്ടി ഓടി നടന്നവരാണ്, എനിക്ക് വേണ്ടി രക്തത്തെ വേർപ്പാക്കിയവരാണെന്ന് ഖബറിലാണ് റബ്ബേ. അവർ മരണപ്പെട്ടെന്നും പറഞ്ഞ് ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നവരറിയണം, സഹോദരങ്ങൾ അറിയണം, വേണ്ടപ്പെട്ട സഹോദരിമാരറിയണം. കാരണം നഷ്ടപ്പെടുമ്പോഴേ വേദനയറിയുള്ളൂ, സ്വന്തം ഉമ്മ നഷ്ടപ്പെടുമ്പോഴേ വേദനയറിയുള്ളൂ. നിസ്സാരമായിരുന്നു, അല്ലെങ്കിൽ അവർ പാവങ്ങളായിരുന്നു എന്ന് കരുതി നിങ്ങളെ തള്ളണ്ട. ഒരു കാലത്തിൽ നിന്നെ കൊണ്ട് ചുമന്നടന്ന് നീ വലിയ വലിയ കോളാന്തരങ്ങളിൽ നീ ലോകമാധ്യമങ്ങളിലും ലോകത്ത് നീ പ്രചരണത്തിൻ്റെ ഉന്നതമായ അവസ്ഥയിലെത്താൻ കാരണം നിന്റെ ഉമ്മയാണ് മോനെ, നിന്റെ ഉപ്പയാണ് മോനെ. എന്നെ സൃഷ്ടിച്ചില്ല എന്നെങ്കിൽ നല്ലതായിരുന്നു, എവരാണ് കാരണമെന്ന് പറഞ്ഞ് ഉമ്മയെ തള്ളുന്നവരില്ലേ? ഓ ചെറുപ്പക്കാരാ, ഓ ചെറുപ്പക്കാരി, വല്ല ഗൗരവത്തോടെ ചിന്തിക്കണേ. ഉമ്മയുടെ പദവി വളരെ അനുഗ്രഹമാണ്. അള്ള തന്നെ പറഞ്ഞതാണ്, എൻ്റെ തൃപ്തി നിന്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും തൃപ്തിയിലാണ് മോനെ. നിനക്ക് സ്വർഗം വേണോ, നിന്റെ പിതാവിൻ്റെ പൊരുത്തം വേണം. നിനക്ക് സ്വർഗം വേണോ, നിന്റെ മാതാവിൻ്റെ അനുഗ്രഹം വേണം. അതുകൊണ്ട് എപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് പൊറുക്കണേ അല്ലാ, എനിക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ വാപ്പാക്ക് പൊറുക്കണേ അല്ലാ. ഒരു ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയോടെ നമ്മളെ വളർത്തിയവരാണ്, അവർക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല, അവർ ഖബറിലാണ്, അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. എല്ലാമായിരുന്നു അവർ നഷ്ടപ്പെടുമ്പോഴാണ് വേദന അറിയുന്നത്. അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, വൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ നീ വർദ്ധിക്കണേ. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ചേ എന്ന വർത്തമാനം അവിടെ മുന്നിൽ നീ അവതരിപ്പിക്കല്ലേ പൊന്നുമോനെ, പൊന്നുമോളെ. അള്ളാന്റെ താക്കീതാണ്. ഇവിടുത്തെ രാജാവിൻ്റെ താക്കീതല്ല, പ്രധാനമന്ത്രിയുടെ താക്കീതല്ല, മുഖ്യമന്ത്രിയുടെ താക്കീതല്ല, പഞ്ചായത്ത് മെമ്പറുടെ താക്കീതല്ല, അള്ളാഹുവിൻ്റെ താക്കീതാണ്. അള്ള പറഞ്ഞതാണ്, വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ചേ എന്ന വർത്തമാനം നിന്റെ ഉപ്പയോട് നിന്റെ ഉമ്മയോട് പറയല്ല മോനെ. അതിന് മര്യാദകളുണ്ട്. ഇതെല്ലാം മര്യാദകൾ നഷ്ടപ്പെടുകയാണ് സഹോദരങ്ങളെ. ഇന്ന് മരണപ്പെട്ട ചെറുപ്പക്കാരായ ഉസ്താദുമാർ, ഹാഫിദ് മസൂദ് സഖാഫി ഉസ്താദ് നല്ല ഇൽമിൻ്റെയും അദബിൻ്റെയും വല്ലാതെ തേരോട്ടം നടത്തിയ മഹാനാണ്. അങ്ങനെ ജീവിച്ചുപോയ ഒരുപാട് ഉസ്താദുമാർ അടുത്ത കാലത്ത് മൺമറഞ്ഞു പോയി. നാസിറുദ്ദീൻ അൻവരി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ നമ്മുടെ പൊട്ടച്ചിറ അൻവരിയിൽ പഠിച്ച അതേ നമ്മുടെ ആ അൻവരിയ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നിരവധിയുടെ നഷ്ടങ്ങൾ തീരാ നഷ്ടമാണ്. അള്ളാഹുയുടെ ഖബറൊക്കെ വിശാലമാക്കണേ അല്ലാ, ഉന്നതമായ ദറജ കൊടുക്കണേ അല്ലാ, ഉന്നതമായ പദവി നൽകണേ അല്ലാ. ഒരു പണ്ഡിതന്റെ മരണം ലോകത്തിൻ്റെ മരണമാണ്. മൗത്തിൽ ആലിമി മൗത്തിൽ ആലം, പണ്ഡിതന്റെ മരണം ലോകത്തിൻ്റെ മരണമെന്ന് വിശ്വനായകരെ മുഹമ്മദ് മുസ്തഫ. ഒരു പണ്ഡിതൻ മരിക്കുന്നതോടുകൂടി ഇൽമ് അവിടെ മരിക്കുകയാണ്. പിന്നെ ആ ഇൽമിനെ കൊണ്ടുപോകാൻ അവിടെ നുക്സാനിയത്ത് സംഭവിക്കുകയാണ്. ആ മരണത്തോടുകൂടി ഇൽമ് നഷ്ടപ്പെടുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, ലോകത്തിൻ്റെ മരണമാണ് ഒരു ഉലമാഇൻ്റെ മരണം, ഒരു പ്രഭാഷകൻ്റെ മരണം, ഒരു പണ്ഡിതൻ്റെ മരണം, ഒരു നസീഹത്തിൻ്റെ ഉടമയുടെ മരണം, ഒരു മുദരിസിൻ്റെ മരണം, ഒരു മുഅല്ലിമിൻ്റെ മരണം. അല്ലാഹുവേ, പെടുന്നനെയുണ്ടാകുന്ന മരണങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ ഇല്ലാത്ത തൊട്ടും നീ കാവൽ നൽകണേ അല്ലാ. ബിഹഖി ഹസ്ആബിൽ ബദരീൻ, ബിഹഖി മുഹമ്മദിൽ മുസ്തഫ, ബിഹഖി ഔലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിഹഖി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിഹഖി അഹ്ലി ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.